ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നമുക്ക് സുരക്ഷിതത്വം ഉണ്ട്. ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തും കഷ്ടതകളെ ഓർത്തും ദൈവത്തിൽ നാം ആനന്ദിക്കണം. കഷ്ടതകളിൽ ആനന്ദിക്കുന്നത് എന്തുകൊണ്ട്? ആ കഷ്ടതകളിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളുണ്ട്. ആ കിട്ടിയ വെളിപ്പെടുത്തലുകളാണ് എന്നെ ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയിലല്ല ദൈവം കാര്യങ്ങൾ നയിക്കുക. ദൈവഭക്തനെ അവിടുന്ന് സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയാണ് പറയുക, കർത്താവേ, കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് യോഗ്യതയില്ല അങ്ങയുടെ സന്നിധി നിൽക്കുവാൻ. അവിടുന്ന് പരമപരിശുദ്ധനാണ്. നമ്മൾ പരിശുദ്ധരല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു, കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് എല്ലാം നല്ലത് ചെയ്തു തരുന്ന ദൈവമാണ്. അവിടുത്തോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഉത്തരം വരണമേ എന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ഞെരുക്കങ്ങളിൽ അവിടുന്ന് സഹായമരളി. കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ. അവിടുന്ന് പ്രധാനമായി പറഞ്ഞു വെച്ചത് ഇതാണ്, 4 കാര്യങ്ങളാണ്. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. രണ്ടാമത് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. മൂന്നാമത് പറയുന്നത്, ഞെരുക്കങ്ങളിൽ അവിടുന്ന് സഹായമരളി. നൽകിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കുക, സഹായിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. വെറുതെ നമ്മളിങ്ങനെ അധിർവ്യായാമം ചെയ്യാതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നൽകിയ എല്ലാ കാര്യങ്ങളും ഓർക്കണം, നന്ദി പറയണം. നാലാമതായി പറയുന്നത്, കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.